നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട് ഈ പ്രിസൺ ബ്രേക്കിലൊക്കെ ഉള്ള പോലെ ജോർജ് കുട്ടി എപ്പോഴെങ്കിലും ജയിലിലായിട്ട് പിന്നെ ജയിലിൽ നിന്ന് ദൃശ്യം 4 എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഐഡിയയിൽ ഒരു ഓൾട്ടർനേറ്റ് ദൃശ്യം 4, അതായത് ഡിലീറ്റഡ് ഇതിനകത്ത് പോകാനുള്ളത്. അതായത് ദൃശ്യം 4ന്റെ കഥയുടെ ഒരു ചുരുക്കം നമ്മുടെ ഐഡിയയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രിസൺ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് സീസൺ, എസ്പെഷ്യലി ഫസ്റ്റ് സീസൺ, എനിക്ക് സീസൺ 2 വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ഫസ്റ്റ് സീസണിൽ ഉള്ളതുപോലെ സിനിമകളിൽ നിന്നുള്ള അറിവ് വെച്ചിട്ട് ജോർജ് കുട്ടി ചെന്ന് ജയിലിൽ കയറുന്ന ദിവസം ഒരു ജോർജ് പ്ലാൻ ചെയ്യും, ഇവിടുന്ന് ഞാൻ എങ്ങനെ ഇറങ്ങും, എങ്ങനെ പുറത്തിയാടും എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അതിനുള്ള തക്കതായ ഒരു റീസൺ പുറത്തുണ്ടാവും. എന്താ സംഭവം? ഒരു മകള് ഇപ്പൊ പടത്തിന്റെ എൻഡിങ് തേർഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഗീതാ പ്രഭാകർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനെയല്ല അവളെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഗീതാ പ്രഭാകരും ഹസ്ബൻഡ് പ്രഭാകരോട് തിരിച്ച് ഇന്ത്യയിലെത്തുന്നു. അവര് ആക്ച്വലി ഈ പെൺകുഷിനെ, അപ്പൊ ലാലേട്ടൻ പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ മകളെ തൊട്ടാൽ കൊല്ലും ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മകളെ ഉപദ്രവിക്കാൻ ഇവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ലാലേട്ടൻ ജയിലിൽ നിന്ന് പുറത്ത് ചാടി വരത്തുള്ളൂ. പുള്ളി പുറത്ത് വരുന്നു, നമുക്ക് ആ കുഴിയുടെ വരുമ്പോൾ കുറച്ചുകൂടെ കൂടെ നിൽക്കാം. എന്നിട്ട് ഈ അച്ഛൻ പ്രഭാകരനെയും അമ്മ പ്രഭാകരനെയും കൂടെ ചാക്കിലാക്കി അതിനകത്തോട്ട് അങ്ങിടുക. എന്നിട്ട് സീസണിലൊക്കെ കാണുന്ന തിരിച്ച് ജയിലിലേക്ക് എന്ന് അങ്ങോട്ട് കയറും. അപ്പോൾ ജോർജ് കുട്ടിയാണോ ഈ ക്രൈം ചെയ്തതെന്ന് വെച്ചാൽ അല്ല. കാരണം ജോർജ് കുട്ടി ചാടിപ്പോയത് പോലീസിന് അറിഞ്ഞിട്ട് പോലും ഇല്ല. ജോർജ് കുട്ടി ജയിലിനകത്തുണ്ട്. മനസ്സിലായോ? ഇത് കേട്ടിട്ട് തല്ലാ വരല് അല്ല. ഈ നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന പോലെ ജോർജ് കുട്ടിയുടെ ജയിൽ ചാട്ടം സീക്വൻസിന്റെ പ്ലാനിങ് അത് ചെയ്യാൻ പറ്റുന്ന അല്ല. നമ്മൾ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ലാലേട്ടൻ നമ്മൾ പറഞ്ഞ ഈ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ ജയിലിൽ ചെയ്യുന്ന ഒരു സീക്വൻസ് തിയേറ്ററിൽ വെച്ചാൽ കൈയടിക്കില്ലേ? 100% അത് തിയേറ്റർ മൊമെന്റാ. 100% തിയേറ്റർ മൊമെന്റ് അത്. അതെ, മാസ് ഇല്ലാതെ. അതെ, അതായത് ഇപ്പൊ പുള്ളി എല്ലാവരും ഇടിച്ചിട്ട് തെറിച്ചു പോവല്ല. പുള്ളിയുടെ ബുദ്ധി വെച്ച് പുള്ളി കളിച്ച് ജയിലിൽ ചെയ്യുന്ന ഒരു സീക്വൻസ് തിയേറ്ററിൽ വെച്ചാൽ എന്താ അത് വർക്കാവില്ല? വർക്കാവും, 100% വർക്കാവും. പക്ഷേ അതിനുവേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് എലമെന്റുകൾ. അല്ല, ഈ ജോണർ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത പുള്ളിയുടെ ഇപ്പൊ ഇതിനകത്തൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അതായത് പുള്ളിയുടെ സൈക്കി മാറുന്നത്, അതായത് പുള്ളിക്ക് ഓർമ്മക്കുറവ്, ഡെല്യൂഷൻസ്, എല്ലാവരെയും സംശയം, ഭയങ്കര പാരനോയിഡായി മാറുന്നത്. ഒരു ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വിളിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ ക്യാരക്ടറിനെ. ഇപ്പോഴും ഒരു കുടുംബചിത്രം ലൈനിൽ നിന്നാണ് അതിനെ നോക്കിക്കാണുന്നത്. പക്ഷെ അതല്ലാതെ ഈ ജോണർ വേണമെങ്കിൽ കുറച്ചുകൂടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ആ ലൈനിലൊക്കെ ഷിഫ്റ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് 2ൽ നിർത്തിക്കൂടെ അല്ലെങ്കിൽ 1ൽ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയുന്നത്, ഈ ഫ്രാഞ്ചൈസ് എടുത്ത് നമുക്ക് ഈ ഫ്രാഞ്ചൈസ് എന്നല്ല ഏതൊരു കഥ എടുത്താലും നമുക്ക് എങ്ങോട്ട് വേണം എഴുതാം, ആ എഴുതുന്നത് നല്ലതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ആ ലൈനിൽ പോവാം. ഈ ജയിൽ ചാട്ടം പോവാം. ഇപ്പം മകള് മറ്റേ സൈബർ സെക്യൂരിറ്റി, ഇളയ മകള് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പോവാം. മൊത്തം ഹാക്കിങ്. അത് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് സെലക്ഷൻ ആയിരിക്കാം റൈറ്ററിന്റെ ഭാഗത്തുനിന്ന്. അതെ, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇവർ ഇതിന്റെ ലാസ്റ്റിലെ ഒരു ഇതിട്ടുണ്ട് കണ്ടു. ഇവർ ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലൊരു ക്ലിഫ് ഹാങ്ങർ ഇട്ടിരിക്കുന്നത് തന്നെ ഇവർക്കറിയാം. ഒരു 4th പാർട്ടിലുള്ള എന്തോ ഒരു ഐഡിയ കയ്യിലുണ്ട്, ഇല്ലാതെ അത് ഇടത്തില്ല. ഇല്ല, ഇത് നോക്കിയിട്ട് അല്ല ഇതിപ്പം ലെറ്റ് ഇറ്റ് ബി ദ എൻഡ് എന്ന് ലാസ്റ്റ് ഡയലോഗ് പറയുന്നുണ്ടെങ്കിലും എൻഡ് ഇല്ല എന്നുള്ളത് ഈ പടത്തിൽ തന്നെ അവർ പറയുന്നത്. അതെ.